വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ദുപ്പട്ടാസിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇത് പെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി വരുന്നത്. ഇതേപോലെ ഈ ഒരു ബ്ലാക്കിന് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഈ ഒരു ബാത്തിക് പ്രിന്റ് വരുന്ന ഈ ഒരു ദുപ്പട്ട. ഇത് തന്നെ കളറും കൂടെ വരുന്നുണ്ട്. ഗ്രീന് ഇതാ, ഇത് അതിൻ്റെ തന്നെ ഗ്രീന്, അങ്ങനെ 2 കളേഴ്സിലുണ്ട് ഈ ഒരു ദുപ്പട്ട. ഓക്കെ, ഇതാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത്. പിന്നെ വന്നിട്ട് ഗ്രീൻ കളറ് ഇതേപോലെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് അയൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നിവർന്ന് വരും കേട്ടോ. ഇതുപോലെ വരും കണ്ടോ. ഇത് ഇതുപോലെ ഗ്രീന് കണ്ടോ. ഇത്ര അത്യാവശ്യം വിട്ടും ലെങ്ത്തും ഒക്കെ ഉണ്ട്. ഈ ബോർഡറൊക്കെ ഇങ്ങനെ അയൺ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയിൽ വരുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ല അയൺ ചെയ്താണെങ്കിൽ ഇങ്ങനെ കളറ് ഇതേപോലെ. ഇതൊരു ഗ്രീൻ കളർ. ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിച്ചു എന്നോട് ഇത് ദുപ്പട്ടാസ് തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ച ബോട്ടിൽ ഗ്രീൻ കളറാട്ടോ. ഇത് ബ്ലാക്ക് ലുക്ക് ഉണ്ട്. ആയിട്ട് നമുക്കിതിനിപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിൽ പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ വൺ സൈഡ് ഒരു ലേസ് വന്നിട്ട് എൻഡിൽ ഇതേപോലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇതേപോലെ ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ. ഇതൊരു പീകോക്ക് ബ്ലൂ ആട്ടോ കളർ വരുന്നത്. എക്സാക്ട് ഒരു പീകോക്ക് ബ്ലൂ ആണ് ഈ ഒരു കളർ വരുന്നത്. ഇതൊരു ഡിസൈൻ. ഇതും സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. അതുപോലെ ഒരു ബ്ലൂ കളറിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പെയർ ചെയ്തായിരുന്നു. നല്ലൊരു ബോർഡർ, കസവിന്റെ ബോർഡർ പോലെയാണ്. പക്ഷെ ഇത് ഒരു പെയിന്റിങ് ആണ് കേട്ടോ. നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട്. നല്ലൊരു ചന്തേരി ഫാബ്രിക് ആണ് ഇത്. ഒരു സ്മൂത്ത് ആയിട്ട് വരുന്ന ഇതൊന്ന് കളറിലോട്ട് ഇതേപോലെ ഒരു പീച്ചും വൈറ്റും കോമ്പിനേഷൻ. നമുക്ക് പീച്ചിനും പെയർ ചെയ്യാം, ക്രീമിനും പെയർ ചെയ്യാം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. നല്ല എൻഡിൽ ടാസിൽസ് ഒക്കെ വന്നിട്ട് ഇതേപോലെ വരണം. പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഒരു സാൻഡിൽ കളറാണ് കണ്ടോ. നല്ലൊരു കളറാട്ടോ ഇത്. നമുക്ക് ബ്ലാക്കിനൊക്കെ നല്ല സൂപ്പറായിരിക്കും കണ്ടോ. ബ്ലാക്കിന് ഇടുമ്പോൾ റെഡ് ഡിസൈൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് ഇത് പെയർ ചെയ്ത് കഴിയുമ്പോൾ. നല്ല ഇത് സ്മൂത്തായിട്ട് നമുക്കൊരു എന്താ പറയുക, റെഡിന് ക്രീമിന് ഇതൊക്കെ നമുക്ക് പെയർ ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പാറ്റേൺ സ്ട്രെച്ചബിൾ ആയിട്ട് എൻഡിലോട്ട് ഇതേപോലെ ടാസിൽസ് വരുന്നുണ്ട്. ഇനി അത് തന്നെ ആഷ് ഉണ്ട്. ഞാൻ ഒരുമിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഒരേപോലെ ഇടുമ്പോഴാണ് മനസ്സിലാവുക. ഇതാ, ഇത് അതിൻ്റെ ആഷ് കണ്ടോ. ബ്ലാക്കിലോട്ട് ഇങ്ങനെ ആഷ് വരുമ്പോൾ നല്ല ഭംഗിയില്ലേ. അതിൻ്റെ എൻഡിൽ ഇതേപോലെ ടാസിൽസ് ഉണ്ട്. 2 കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത്. 2 കളേഴ്സ് ഒരു പ്രിന്റ് ആട്ടോ. ഒരു ഗ്രീന് ബേസ്, നല്ല ഗ്രീൻ വന്നിട്ട് ഇതേപോലെ ഒരു ബോർഡർ. ഇതാ ഇത്രയും. അപ്പോൾ ഇത് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് നമുക്ക് നാളെ തന്നെ ഡെസ്പാച്ച് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.